ഡിയർ സ്റ്റുഡൻസ്, ഇന്ന് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എന്ന ചാപ്റ്ററിലുള്ള കുറച്ച് വേർഡ് പ്രോബ്ലം ആണ് ചെയ്യുന്നത്. അതായത് സ്പീഡ് കാണാനുള്ളത് ട്രെയിനിൻ്റെ ഇതുപോലെയുള്ള ക്വസ്റ്റ്യൻസ് സാധാരണ ചോദിച്ച് കാണാറുണ്ട്. അപ്പോൾ എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എ ട്രെയിൻ കവേഴ്സ് എ ഡിസ്റ്റൻസ് ഓഫ് 300 കിലോമീറ്റർ അറ്റ് എ യൂണിഫോം സ്പീഡ്. അതായത് ഡിസ്റ്റൻസ് 300 കിലോമീറ്റർ എന്ന് തന്നിട്ടുണ്ട്, യൂണിഫോം സ്പീഡിൽ പോയിക്കൊണ്ട്. ഇഫ് ദ സ്പീഡ് ഓഫ് ദ ട്രെയിൻ ഈസ് ഇൻക്രീസ്ഡ് ബൈ 5 കിലോമീറ്റർ പെർ അവർ ഇറ്റ് ടേക്സ് 2 hours ലെസ് ഫോർ ദ ജേർണി. നമുക്കറിയാം ട്രെയിനിൻ്റെ സ്പീഡ് കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ട്രാവൽ ചെയ്യുന്ന, അതായത് ജേർണീൻ്റെ കൂടുതൽ വേഗത്തിൽ നമുക്ക് എത്താൻ കഴിയും. ഫൈൻഡ് ദ ഒറിജിനൽ സ്പീഡ് ഓഫ് ദ ട്രെയിൻ. അപ്പോൾ ഇവിടെ അത്രയാണ് നമുക്ക് തന്നിട്ടുള്ളത്. യൂണിഫോം സ്പീഡിൽ 300 കിലോമീറ്റർ ഡിസ്റ്റൻസ് ആണ് ട്രാവൽ ചെയ്യുന്നത്. അപ്പോൾ യൂണിഫോം സ്പീഡിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ട്രെയിന് അതിൻ്റെ സ്പീഡ് പെട്ടെന്ന് കൂട്ടിയപ്പോൾ നമ്മൾ ആ ജേർണിക്ക് എടുത്ത ടൈം കുറഞ്ഞു. 2 hours ലെസ് ഫോർ ദ ജേർണി എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്കിവിടെ ആ ഒരു ടൈമിലാണ് നമുക്ക് ഇക്വേഷൻ തന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇങ്ങനെ ടൈം രണ്ടിനും കൂടിയിട്ടുള്ള ടൈം അങ്ങനെയൊക്കെ തരുമ്പോൾ ഇക്വേഷൻ ഫുള്ള് ടൈമിലാക്കിയിട്ട് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കണം. അപ്പോൾ ഇവിടെ നമുക്ക് എന്തൊക്കെയാണ് തന്നിട്ടുള്ളത് എന്നാൽ എന്താ കണ്ടുപിടിക്കേണ്ടത്? ഫൈൻഡ് ദ ഒറിജിനൽ സ്പീഡ് ഓഫ് ദ ട്രെയിൻ. എപ്പോഴും കണ്ടുപിടിക്കേണ്ടത് എക്സ് ആയിട്ട് എടുക്കുക. ഇതിപ്പം നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ മനസ്സിലായി, രണ്ട് കണ്ടീഷൻ ഇല്ല, ക്വാഡ്രാറ്റിക് ഇക്വേഷനിലെ ഒരു ക്വസ്റ്റ്യൻ ആണെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ നമുക്ക് ഒരു വേരിയബിളേ ഉണ്ടാവാൻ പാടുള്ളൂ. ഇവിടെ ഒറിജിനൽ സ്പീഡ് ഓഫ് ദ ട്രെയിൻ ആണ് കാണുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? ലെറ്റ് ദ, നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എക്സ് ആയിട്ട് എടുക്കുന്നു. ലെറ്റ് ദ ഒറിജിനൽ സ്പീഡ് ഓഫ് ദ ട്രെയിൻ ബി, യൂണിഫോം സ്പീഡ് the train be x കിലോമീറ്റർ പെർ അവർ. അപ്പോൾ നമ്മളത് എക്സ് ആയിട്ട് എടുത്തു. അപ്പോൾ എത്രയാണ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്? ഡിസ്റ്റൻസ് ഈക്വൽ ടു 300 കിലോമീറ്റർ ആണ്. ഇവിടെ ഡിസ്റ്റൻസിന് മാറ്റമില്ല, പക്ഷേ ട്രെയിനിൻ്റെ സ്പീഡാണ് കൂടുന്നത്. അപ്പോൾ ആദ്യത്തെ സ്പീഡ് യൂണിഫോം സ്പീഡ് എക്സ് കിലോമീറ്റർ പെർ അവർ ആണ്. പിന്നെ രണ്ടാമത്തെ കണ്ടീഷനിൽ പറയുന്നത് ഇഫ് ദ സ്പീഡ് ഓഫ് ദ ട്രെയിൻ ഈസ് ഇൻക്രീസ്ഡ് ബൈ 5 കിലോമീറ്റർ പെർ അവർ ആണ്. അപ്പോൾ ഇൻക്രീസ്ഡ് സ്പീഡ് എന്താണ്? ഇൻക്രീസ്ഡ് സ്പീഡ് എന്ന് പറയുന്നത് ആദ്യമുള്ള സ്പീഡിനേക്കാൾ 5 കിലോമീറ്റർ പെർ അവർ കൂടുതലാണ്. അപ്പോൾ നമ്മുടെ സ്പീഡ് എന്തായി? x+5 അതായത് x+5 കിലോമീറ്റർ പെർ അവർ ആയി. ഇൻക്രീസ്ഡ് സ്പീഡ് എന്ന് പറയുന്നത് x+5 കിലോമീറ്റർ പെർ അവർ. ഇനി നമ്മൾ കണ്ടീഷൻ വെച്ചിട്ട് ഇക്വേഷൻ ഫോം ചെയ്യണം. ഇവിടെ നമുക്ക് ടൈം ആണ് തന്നിട്ടുള്ളത്. നമുക്കറിയാം ടൈം എന്ന് പറയുന്നത് എന്താണ്? ടൈം ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ സ്പീഡ് ആണ്. അപ്പോൾ ഡിസ്റ്റൻസ് ബൈ സ്പീഡ് ടൈം. ഇവിടെ നമുക്ക് ഏതിനാണ് കൂടുതൽ ടൈം എടുക്കുക? യൂണിഫോം സ്പീഡിൽ പോകുന്ന ട്രെയിനിനാണ് കൂടുതൽ ടൈം എടുക്കുക. അതിനേക്കാളും 2 മണിക്കൂർ കുറവേ വേണ്ടു സ്പീഡ് കൂടിയപ്പോൾ. അപ്പോൾ അതിന് രണ്ടിനും തമ്മിലുള്ള ഡിഫറൻസ് ആണ് 2 hours എന്ന് പറയുന്നത്. അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക, ഏറ്റവും കൂടുതൽ ടൈം എടുക്കുന്നത് ആദ്യം എഴുതുക. അതായത് ടൈം ടേക്കൺ ടു കവർ ഡിസ്റ്റൻസ് 300 കിലോമീറ്റർ ആദ്യം എത്രയായിരുന്നു? എക്സ് ബൈ, അതായത് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 300 ആണ്. അപ്പോൾ ടൈം എന്ന് പറയുന്നത് 300 ബൈ എക്സ് ആണ്. അതായത് യൂണിഫോം സ്പീഡിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു ട്രെയിനിൻ്റെ ടൈം, അവിടെ എടുക്കുന്ന ടൈം എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ബൈ സ്പീഡ് എന്ന് പറയുമ്പോൾ 300 കിലോമീറ്റർ ബൈ അവിടെ യൂണിഫോം സ്പീഡ് എത്രയാണ്? എക്സ് ആണ്. മൈനസ്, ഇനി ഡിസ്റ്റൻസിന് നമുക്ക് മാറ്റമില്ല, ട്രെയിനിൻ്റെ സ്പീഡാണ് കൂടുന്നത്. സ്പീഡ് x+5 ആണ്. അപ്പോൾ 300 ബൈ എക്സ് മൈനസ് 300 ബൈ x+5 ഈക്വൽ ടു 2. ഇങ്ങനെ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇക്വേഷൻ ഈസി ആയിട്ട് ഫോം ചെയ്യാൻ പറ്റും. അതായത് ഏതിനാണോ കൂടുതൽ ടൈം എടുക്കുന്നത്, അതായത് രണ്ടിനും കൂടിയിട്ടുള്ള ഡിഫറൻസ് ആണ് നമുക്ക് തന്നിട്ടുള്ളതെങ്കിൽ, അതായത് ടൈം സ്പീഡിൽ പോകുമ്പോൾ ടൈം കുറവേ വേണ്ടു എന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ യൂണിഫോം സ്പീഡിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ട്രെയിനിനാണ് ടൈം കൂടുതൽ എടുക്കുക. അപ്പോൾ അത് ആദ്യം എഴുതുക. അപ്പോൾ അതിൻ്റെ ടൈം എന്ന് പറയുന്നത് 300 ബൈ എക്സ്. രണ്ടാമത് ട്രെയിനിൻ്റെ സ്പീഡ് കൂടിയപ്പോൾ നമുക്ക് 2 hours ലെസ്. അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെയും ഡിഫറൻസ് ആണ് 2. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ കണ്ടു കഴിഞ്ഞാൽ അധികവും ഇതുപോലെ തന്നെ ലെസ് ഫോർ ദ ജേർണി ഇങ്ങനെ തന്നു കഴിഞ്ഞാൽ ഏതിനാണോ കൂടുതൽ സ്പീഡ് എടുക്കുന്നത് അതായത് കൂടുതൽ ടൈം എടുക്കുന്നത് ആദ്യം എഴുതുക. അത് മൈനസ് സ്പീഡ് കൂടുമ്പോഴുള്ളത് രണ്ടാമത് എഴുതുക ഈക്വൽ ടു 2. എന്നിട്ട് ഇക്വേഷൻ ഫോം ചെയ്തിട്ട് എക്സ് കണ്ടുപിടിക്കുകയാണ് വേണ്ടത്. അപ്പോൾ 300 ബൈ എക്സ് മൈനസ് 300 ബൈ x+5 ഈക്വൽ ടു 2. ഇനി ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യുക? LCM എക്സ് ഇൻറ്റു x+5 ഈക്വൽ ടു, ഇവിടെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക, 300 ഇൻറ്റു x+5 മൈനസ് 300x ഈക്വൽ ടു 2. ഇനി ഇതിനെ ഷോർട്ട് ആക്കിയിട്ട് ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ കിട്ടും, അതിനെ നമുക്ക് സോൾവ് ചെയ്യാം. അപ്പോൾ ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 300x പ്ലസ് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ 1500 മൈനസ് 300x ഈക്വൽ ടു, ഇവിടെ ഇതിനെ ഇങ്ങോട്ടേക്ക് ക്രോസ് ചെയ്യുക, 2 ഇൻറ്റു x² പ്ലസ് 5x
പിന്നെ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് എക്സ് സ്ക്വയർ പ്ലസ് 5x. അപ്പോൾ 2 ഇൻറ്റു ഇങ്ങോട്ട് ക്രോസ് ചെയ്തപ്പോൾ 2 ഇൻറ്റു എക്സ് സ്ക്വയർ പ്ലസ് 5x എന്ന് കിട്ടി. ഇനി നമ്മൾ ഇതൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ ഫോമിലേക്ക് മാറ്റാം. അപ്പോൾ ആദ്യം ഈ 300xും 300xും നമുക്ക് ക്യാൻസൽ ആയിപ്പോയി. ഇവിടെ 1500 ആണ് ഉണ്ടാവുക. ഇത് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ 2x സ്ക്വയർ പ്ലസ് 10x മൈനസ് 1500 ഈക്വൽ ടു 0. ഇതിനെ നമുക്ക് ഷോർട്ട് ആക്കാൻ കഴിയും, കാരണം 2 കൊണ്ട് ഇക്വേഷൻ ഫുള്ളായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ എക്സ് സ്ക്വയർ പ്ലസ് 5x മൈനസ് ഇതിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 7 10 5 750 ഈക്വൽ ടു 0. ഈ ഇതിൽ നമുക്ക് സ്പ്ലിറ്റിംഗ് ദ മിഡിൽ ടേം വെച്ചിട്ട് ഇതിനെ ഫാക്ടറൈസ് ചെയ്യുക. ഫാക്ടറൈസ് ചെയ്യാൻ വേണ്ടി ഏതൊക്കെയാണ് നമ്പേഴ്സ് വരിക? ഇപ്പോൾ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് മൈനസ് 750യും സം എന്ന് പറയുന്നത് 5ഉം ആണ് നമുക്ക് കിട്ടേണ്ടത്. പ്രോഡക്റ്റ് മൈനസ് 750, സം എന്ന് പറയുന്നത് 5. അപ്പോൾ നമുക്ക് ഏതൊക്കെയാണ് നമ്പേഴ്സ് എന്നുള്ളത് നോക്കാം. 30 അതായത് 25 ഇൻറ്റു 3 എന്ന് പറയുന്നത് 75 ആണ്. അപ്പോൾ 30 ഇൻറ്റു 25 എന്ന് പറയുമ്പോൾ നമുക്ക് 750 കിട്ടും. 750 കിട്ടുമ്പോൾ അവിടെ 30ന് 25 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ 5 കിട്ടും. അപ്പോൾ ഇവിടെ നമ്മൾ എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യുന്നു? എക്സ് സ്ക്വയർ മൈനസ്, അതായത് ഇവിടെ പോസിറ്റീവ് സൈൻ വന്നതുകൊണ്ട് വലിയ നമ്പറിന് പോസിറ്റീവ് കൊടുക്കുക, പ്ലസ് 30x മൈനസ് 25x മൈനസ് 750 ഈക്വൽ ടു 0. കറക്റ്റ് ആണോ? നമുക്ക് 30x 25x മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ 5x. 30 ഇൻറ്റു 25 എന്ന് പറയുന്നത് മൈനസ് 750. അപ്പം നമുക്കിങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റും. എക്സ് ഇൻറ്റു എക്സ് പ്ലസ് 30 മൈനസ് 25 ഇൻറ്റു എക്സ് പ്ലസ് 30 ഈക്വൽ ടു 0. അപ്പോൾ എക്സ് പ്ലസ് 30 ഇൻറ്റു എക്സ് മൈനസ് 25 equal to 0, x plus 30 equal to 0, x is equal to minus 30. നമുക്കറിയാം സ്പീഡ് ഒരിക്കലും നെഗറ്റീവിൽ വരില്ല. അപ്പോൾ x minus 25 equal to 0, x is equal to 25. അപ്പോൾ നമ്മൾ പറയുന്നത് therefore യൂണിഫോം സ്പീഡ് ഓഫ് ദ ട്രെയിൻ ആണ് നമുക്ക് കാണേണ്ടത്. യൂണിഫോം സ്പീഡ് ഈക്വൽ ടു 25 km/h. ഇങ്ങനെയാണ് അത് ചെയ്യേണ്ടത്. ഇതേ ടൈപ്പ് ഒരു ക്വസ്റ്റ്യനും കൂടി നമുക്ക് ചെയ്യാം. എ ട്രെയിൻ കവേഴ്സ് എ ഡിസ്റ്റൻസ് ഓഫ് 90 km at a uniform speed. Had the speed been 15 km/h more, it would have taken 30 minutes less for the journey. Find the original speed of the train. സെയിം ക്വസ്റ്റ്യൻ തന്നെ, അതായത് സെയിം ടൈപ്പ് ക്വസ്റ്റ്യൻ തന്നെ. ഇവിടെ നമുക്ക് മിനിറ്റ്സിലാണ് തന്നിട്ടുള്ളത്, അതൊന്ന് ശ്രദ്ധിക്കണം. ക്വസ്റ്റ്യനിൽ സ്പീഡ് കൂടുമ്പോൾ ഇറ്റ് വുഡ് ഹാവ് ടേക്കൺ 30 minutes ലെസ് ഫോർ ദ ജേർണി. നമുക്കറിയാം സ്പീഡ് കൂടുമ്പോൾ എന്തായാലും ജേർണിക്ക് എടുക്കുന്ന ടൈം കുറയും. ഇവിടെ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഫൈൻഡ് ദ ഒറിജിനൽ സ്പീഡ് ഓഫ് ദ ട്രെയിൻ. ലെറ്റ് ദ ഒറിജിനൽ സ്പീഡ് ഓഫ് ദ ട്രെയിൻ ബി. നമ്മൾ എന്തായിട്ട് എടുക്കുന്നു? സ്പീഡ് ബി എക്സ് km/h ആണ് ഒറിജിനൽ സ്പീഡ്. ഇപ്പൊ ഇൻക്രീസ് സ്പീഡ് എന്ന് പറയുന്നത് ഇവിടെ എത്രയാണ്? 15 km ആണ് കൂടിയിട്ടുള്ളത്. അപ്പൊ ഇൻക്രീസ്ഡ് സ്പീഡ് എന്ന് പറയുന്നത് ഇൻക്രീസ്ഡ് സ്പീഡ് ഈക്വൽ ടു എക്സ് പ്ലസ് 15 km/h. അത്രയും കിട്ടി. ഇനി ഇത് ഈ ടൈപ്പ് നമുക്ക് അറിയാം. ഇവിടെ ഇപ്പോൾ ടൈം തന്നെയാണ് നമുക്ക് തന്നിട്ടുള്ളത്. ടൈം എന്ന് പറയുന്നത് എന്താണ്? ഡിസ്റ്റൻസ് ബൈ സ്പീഡ്. അപ്പോൾ ആദ്യത്തേത് നമുക്കറിയാം യൂണിഫോം സ്പീഡിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ട്രെയിനാണ് കൂടുതൽ ടൈം എടുക്കുക. നമുക്കിവിടെ ഡിഫറൻസ് ആയിട്ട് എടുത്തിട്ടാണ് ചെയ്യാൻ ഈസി ആയിട്ടുള്ളത്. അതുകൊണ്ട് ഇപ്പോൾ യൂണിഫോം സ്പീഡിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ട്രെയിനിൻ്റെ ടൈം എന്ന് പറയുന്നത് എന്തായിരിക്കും? ടൈം ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ സ്പീഡാണ്. അവിടെ നമ്മുടെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 90 ആണ്. 90 ഡിവൈഡ് ബൈ സ്പീഡ് നമ്മൾ എന്താണ് എടുത്തിട്ടുള്ളത്? എക്സ്. അപ്പോൾ ടൈം ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ സ്പീഡ് ആദ്യത്തെ ഇത്. ഇനി രണ്ടാമത്തേത് ടൈം എന്തായിരിക്കും? സ്പീഡ് കൂടിയപ്പോൾ ടൈം എന്ന് പറയുന്നത് 90 ബൈ എക്സ് പ്ലസ് 15. ഇതിന് രണ്ടിനും കൂടിയുള്ള ഡിഫറൻസ് ആണ് 30 minutes. അപ്പോൾ 90 ബൈ എക്സ് മൈനസ് 90 ബൈ എക്സ് പ്ലസ് 15 ഈക്വൽ ടു ഇവിടെ 30 minutes ആണ്. 30 minutesനെ നമുക്ക് അവേഴ്സിലേക്ക് മാറ്റണം. കാരണം ഇവിടെ നമ്മൾ സ്പീഡ് km/h ആണ് എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ടൈം എന്തായിരിക്കണം? അവറിലായിരിക്കണം. അപ്പോൾ 30 minutes എന്ന് പറയുന്നത് 30 ബൈ 60. അതിനെ അവേഴ്സിലേക്ക് മാറ്റി. അപ്പോൾ 30 ബൈ 60. 30 ബൈ 60 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1/2 ആണ് വരുന്നത്. ഇനി ഇതിനെ നമുക്ക് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. എക്സ് ഇൻറ്റു LCM എടുക്കുക. എക്സ് ഇൻറ്റു എക്സ് പ്ലസ് 15 ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. 90 ഇൻറ്റു എക്സ് പ്ലസ് 15 മൈനസ് 90x ഈക്വൽ ടു 1/2. ഇനി ഇതിനെ ഷോർട്ട് ആക്കുമ്പോൾ നമുക്കൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ കിട്ടും. അതിനെ നമുക്ക് സോൾവ് ചെയ്യാം. അപ്പോൾ ഇവിടെ നമുക്ക് 90x പ്ലസ്
15 into 9 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 135. 1 ഇതിന് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുന്നു. -90x ഈക്വൽ ടു ഇവിടെ 1/2 ആണുള്ളത്. x² പ്ലസ് 15x ഈക്വൽ ടു 1/2. മിനിറ്റ്സിൽ തന്നതുകൊണ്ട് നമുക്കിവിടെ 1/2 ആണ് ഉള്ളത്. അപ്പോൾ ഇനി ഇതിനെ ഇങ്ങോട്ടേക്ക് ക്രോസ് ചെയ്യാം. ക്രോസ് ചെയ്യുന്ന സമയത്ത് x² പ്ലസ് 15x ഈക്വൽ ടു 2 ഇൻറ്റു ഇത് രണ്ടും നമുക്ക് ക്യാൻസൽ ആയി പോകും. 2 ഇൻറ്റു 1350. അപ്പോൾ x² പ്ലസ് 15x മൈനസ് വരുന്നത് 2700 ഈക്വൽ ടു 0. അപ്പോൾ ഇതൊരു വലിയ നമ്പർ ആയതുകൊണ്ട് സ്പ്ലിറ്റിംഗ് ദ മിഡിൽ ടേം കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ക്വാഡ്രാറ്റിക് ഇക്വേഷൻ വെച്ചിട്ട് ചെയ്യാം. നമ്മൾ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എന്തായിരുന്നു? x is equal to -b plus or minus root of b square minus 4ac by 2a. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു? b² minus 4ac എന്താണെന്നുള്ളത് കണ്ടുപിടിക്കുന്നു. b² minus 4ac എന്ന് പറയുന്നത് ഇവിടെ b എന്ന് പറയുന്നത് 15 ആണ്. 15² minus 4 into a1 c എന്ന് പറയുന്നത് -2700. അപ്പോൾ 225 പ്ലസ് 27 into 4 എന്ന് പറയുന്നത് 10800. ഇനി ഇതിനെ നമുക്ക് ആഡ് ചെയ്യാം. ആഡ് ചെയ്യുമ്പോൾ 225 5 2 0 1 11025 ആണ് വരുന്നത്. 11025. ഇതിനാ ലോങ് ഡിവിഷൻ ചെയ്തിട്ട് അതിൻ്റെ സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കുക. 11025 5 നമ്പേഴ്സ് വരുമ്പോൾ 3 ഇങ്ങനെ വരും. അപ്പോൾ 10 into 10 നിയറസ്റ്റ് സ്ക്വയർ എന്ന് പറയുന്നത് 100. അപ്പോൾ 10 into 10 100 10. ഇനി 25 നമ്മൾ എഴുതി. ഇനി എന്ത് ചെയ്യുക? 10ഉം 10ഉം ആഡ് 20. ഇനി ഇവിടെ എഴുതുന്ന നമ്പർ തന്നെ വേണം ഇവിടെ എഴുതാൻ. അപ്പോൾ 5 കൊണ്ട് നോക്കുകയാണെങ്കിൽ 205 into 5 എന്ന് പറയുന്നത് 1025. അപ്പോൾ നമുക്ക് 105 b² minus 4ac സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കുമ്പോൾ ഇവിടെ 105 ആണ് വരുന്നത്. 105 ആവുമ്പോൾ ഇവിടെ x is equal to -15 plus or minus root 11025 divided by 2 into a എന്ന് പറയുന്നത് ഇവിടെ 1 ആണ്. അപ്പോൾ നമുക്ക് എങ്ങനെ കിട്ടി? -15 plus or minus 105 divided by 2. അപ്പോൾ ഒന്ന് പ്ലസ് ഇട്ടിട്ട് കാണാം, ഒന്ന് മൈനസ് കൊടുത്തിട്ടും കാണാം. അപ്പോൾ x എന്ന് പറയുന്നത് -15 plus 105 by 2. അപ്പോൾ എത്രയാണ് വരിക? 105 എന്ന് 15 മൈനസ് ചെയ്ത 0 90 by 2. 90 by 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 45. മറ്റൊന്ന് നമുക്ക് നെഗറ്റീവിലാണ് വരിക. വേറൊരു എക്സ് എന്ന് പറയുന്നത് -15 മൈനസ് 105 ഡിവൈഡ് ബൈ 2, അതായത് -120 by 2 ദാറ്റ് ഈസ് ഈക്വൽ ടു -60 ആണ്. ഇത് നമുക്ക് എടുക്കാൻ കഴിയില്ല, നെഗറ്റീവിൽ സ്പീഡ് വരില്ല. അപ്പോൾ സ്പീഡ് ഓഫ് ദ ട്രെയിൻ എന്ന് പറയുന്നത് യൂണിഫോം സ്പീഡ് എന്താണ് കിട്ടിയിട്ടുള്ളത്? നമുക്ക് യൂണിഫോം സ്പീഡ് ഈക്വൽ ടു 45 km/h. അപ്പോൾ അങ്ങനെ എടുത്ത് എഴുതും 45 km. ഇത് സ്പ്ലിറ്റിംഗ് ദ മിഡിൽ ടേമിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് നമ്പർ കിട്ടുന്നുണ്ടെങ്കിൽ ആ രീതിയിൽ ചെയ്യുക, ഇല്ലെങ്കിൽ ഇങ്ങനെ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ വെച്ചിട്ട് ചെയ്യാം. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ എ ഫാസ്റ്റ് ട്രെയിൻ ടേക്സ് 3 hours ലെസ് ദാൻ എ സ്ലോ ട്രെയിൻ ഫോർ എ ജേർണി ഓഫ് 600 km. ഇഫ് ദ സ്പീഡ് ഓഫ് ദ സ്ലോ ട്രെയിൻ ഈസ് 10 km/h ലെസ് ദാൻ ദാറ്റ് ഓഫ് ദ ഫാസ്റ്റ് ട്രെയിൻ, ഫൈൻഡ് ദ സ്പീഡ്സ് ഓഫ് ദ 2 ട്രെയിൻ. ഇവിടെ 2 ട്രെയിൻ ഉണ്ട്. അപ്പോൾ 2 ട്രെയിനിൻ്റെ സ്പീഡ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ അവിടെ ആദ്യം നമ്മൾ ഏതിനെ കമ്പയർ ചെയ്തിട്ടാണ് പറയുന്നത് നോക്കുക. ആദ്യം പറയുന്നത് ഫാസ്റ്റ് ട്രെയിൻ ടേക്സ് 3 hours ലെസ് ദാൻ എ സ്ലോ ട്രെയിൻ ഫോർ എ ജേർണി ഓഫ് 600 km. ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 600 km ആണ്. ഡിസ്റ്റൻസ് ഈക്വൽ ടു 600 km എന്ന് തന്നിട്ടുണ്ട്. പിന്നെ 3 hours ആണ് അവർ തമ്മിലുള്ള ഡിഫറൻസ്. ഫാസ്റ്റ് ട്രെയിന് നമുക്കറിയാം സ്പീഡിലെത്തും, സ്ലോ ട്രെയിനായിരിക്കും കൂടുതൽ ടൈം എടുക്കുക. അപ്പോൾ സ്ലോ ട്രെയിനിന് എടുക്കുന്ന ടൈമാണ് നമ്മൾ ആദ്യം എഴുതേണ്ടത്. ഇവിടെ സ്പീഡ് നമുക്ക് എങ്ങനെ എടുക്കാം? ഇഫ് ദ സ്പീഡ് ഓഫ് ദ സ്ലോ ട്രെയിൻ ഈസ് 10 km/h ലെസ് ദാൻ ദാറ്റ് ഓഫ് ദ ഫാസ്റ്റ് ട്രെയിൻ. ഫാസ്റ്റ് ട്രെയിനെ കമ്പയർ ചെയ്തിട്ടാണ് സ്ലോ ട്രെയിനിൻ്റെ സ്പീഡ് പറയുന്നത്. അപ്പോൾ നമുക്ക് ഫാസ്റ്റ് ട്രെയിൻ, ലെറ്റ് ദ സ്പീഡ് ഓഫ് ദ ഫാസ്റ്റ് ട്രെയിനിൻ്റെ സ്പീഡാണ് നമ്മൾ എക്സ് ആയിട്ട് എടുക്കുന്നത്. ട്രെയിൻ ബി എക്സ് km/h. ഫാസ്റ്റ് ട്രെയിനിൻ്റെ സ്പീഡ് എക്സ് km/h ആണെങ്കിൽ സ്പീഡ് ഓഫ് സ്ലോ ട്രെയിൻ എന്തായിരിക്കും? സ്പീഡ് ഓഫ് സ്ലോ ട്രെയിൻ എന്ന് പറയുന്നത് ഇതിനേക്കാളും 10 km/h ലെസ് ആണ്. അപ്പോൾ
സ്പീഡ് ഓഫ് സ്ലോ ട്രെയിൻ എന്ന് പറയുന്നത് എക്സ് മൈനസ് 10. അപ്പോൾ ഏതിനെ കമ്പയർ ചെയ്തിട്ട് പറയുന്നോ അതിനെ നമ്മൾ എക്സ് ആയിട്ട് എടുത്തു. ഫാസ്റ്റ് ട്രെയിനിൻ്റെ സ്പീഡിനെ കമ്പയർ ചെയ്തിട്ടാണ് സ്ലോ ട്രെയിനിൻ്റെ സ്പീഡ് പറയുന്നത്. അപ്പോൾ ഫാസ്റ്റ് ട്രെയിനിൻ്റെ സ്പീഡ് എക്സ് ആണെങ്കിൽ സ്ലോ ട്രെയിനിൻ്റെ സ്പീഡ് എന്ന് പറയുന്നത് അതിൽ നിന്ന് 10 കുറവാണ്. അപ്പോൾ എക്സ് മൈനസ് 10. ഇത്രയാണ് സ്പീഡ് ഓഫ് സ്ലോ ട്രെയിൻ എന്ന് പറയുന്നത്. ഇനി നമുക്ക് കണ്ടീഷൻ എന്താണ്? ഫാസ്റ്റ് ട്രെയിൻ ടേക്സ് 3 hours ലെസ് ദാൻ എ സ്ലോ ട്രെയിൻ ഫോർ എ ജേർണി. അപ്പോൾ അവർ ഫാസ്റ്റ് ട്രെയിനിൻ്റെയും സ്ലോ ട്രെയിനിൻ്റെയും ജേർണി തമ്മിലുള്ള ഡിഫറൻസ്, അവിടെ ടൈം ഡിഫറൻസ് എന്ന് പറയുന്നത് 3 hours ആണ്. അപ്പോൾ ഏതിനാണ് കൂടുതൽ ടൈം എടുക്കുക അത് എപ്പോഴും ആദ്യം എഴുതുക. കൂടുതൽ ടൈം എടുക്കുക സ്ലോ ട്രെയിനാണ്. സ്ലോ ട്രെയിനിൻ്റെ ടൈം എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ബൈ സ്പീഡാണ്. ഡിസ്റ്റൻസ് 600 ആണ്. 600 ഡിവൈഡ് ബൈ, അവിടെ നമ്മുടെ സ്പീഡ് എന്ന് പറയുന്നത് എക്സ് മൈനസ് 10 ആണ്. മൈനസ് 600 ബൈ എക്സ് ഈക്വൽ ടു 3 hours. അത് എപ്പോഴും ശ്രദ്ധിക്കുക. ഏതിനാണോ കൂടുതൽ ടൈം എടുക്കുന്നത് ആദ്യം എഴുതുക. എന്നിട്ട് രണ്ടിനും ഡിഫറൻസ് ആയിട്ട് എഴുതുകയാണെങ്കിൽ നമുക്ക് ഈ ഇക്വേഷൻ തെറ്റിപ്പോകില്ലായിരിക്കും. അപ്പോൾ ഇവിടെ നമുക്ക് സ്ലോ ട്രെയിനിനാണ് കൂടുതൽ ടൈം എടുക്കുക. അപ്പോൾ സ്ലോ ട്രെയിനിൻ്റെ ടൈം എന്ന് പറയുന്നത്, എടുക്കുന്ന ടൈം എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ബൈ സ്പീഡ് എക്സ് മൈനസ് 10 ആണ്. അപ്പോൾ 600 ബൈ എക്സ് മൈനസ് 10 മൈനസ് ഫാസ്റ്റ് ട്രെയിനിൻ്റെ സ്പീഡ് എക്സ് ആണ്. അപ്പോൾ 600 ബൈ എക്സ്. ടൈം ഡിഫറൻസ് എത്രയാണ് തന്നിട്ടുള്ളത്? 3 hours. ഇനി നമ്മൾ ഇക്വേഷൻ ഫോം ചെയ്തിട്ട് കണ്ടുപിടിക്കുക. എക്സ് ഇൻറ്റു എക്സ് മൈനസ് 10. ഇവിടെ 600 എക്സ് മൈനസ് 600 ഇൻറ്റു എക്സ് മൈനസ് 10 ഈക്വൽ ടു 3. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ എങ്ങനെയായി? 600 എക്സ് മൈനസ് 600 എക്സ് പ്ലസ് 6000 ഈക്വൽ ടു 3 ഇൻറ്റു എക്സ് സ്ക്വയർ മൈനസ് 10x. അപ്പോൾ ഇക്വേഷൻ എന്ന് പറയുന്നത് 3x സ്ക്വയർ മൈനസ് 30x മൈനസ് 6000 ഈക്വൽ ടു 0. ഇതിനെ നമുക്ക് 3 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് ഇക്വേഷൻ ഷോർട്ടാക്കുക. ഇക്വേഷൻ ഷോർട്ടാക്കിയതിന് ശേഷം അതിനെ ഫാക്ടറൈസ് ചെയ്യുക. അപ്പോൾ 3x സ്ക്വയർ മൈനസ് 30x മൈനസ് 6000 ഈക്വൽ ടു 0. ഇങ്ങനെയാണ് നമുക്ക് ഇക്വേഷൻ കിട്ടിയിട്ടുള്ളത്. ഇനി ഇതിനെ നമ്മൾ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എക്സ് സ്ക്വയർ മൈനസ് 10x മൈനസ് 2000 ഈക്വൽ ടു 0. അപ്പോൾ ഇതിനെ ഫാക്ടറൈസ് ചെയ്യുക. ഫാക്ടറൈസ് ചെയ്യുമ്പോൾ നമുക്ക് ഏതൊക്കെയാണ് വരിക? 40യും 50യും മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 2000 ആണ്. അപ്പോൾ 50ന്ന് 40 മൈനസ്, അപ്പോൾ എക്സ് സ്ക്വയർ മൈനസ്, ഇവിടെ മൈനസ് വന്നതുകൊണ്ട് വലിയ നമ്പറിന് നെഗറ്റീവ് കൊടുക്കുക. മൈനസ് 50x പ്ലസ് 40x മൈനസ് 2000 ഈക്വൽ ടു 0. എക്സ് ഇൻറ്റു എക്സ് മൈനസ് 50 എക്സ് ഇൻറ്റു എക്സ് മൈനസ് 50 ഇവിടെ പ്ലസ് 40 ഇൻറ്റു എക്സ് മൈനസ് 50 ഈക്വൽ ടു 0. അപ്പോൾ എക്സ് മൈനസ് 50 ഇൻറ്റു എക്സ് പ്ലസ് 40 ഈക്വൽ ടു 0. എക്സ് മൈനസ് 50 ഈക്വൽ ടു 0. എക്സ് ഇസ് ഈക്വൽ ടു 50. അതുപോലെ എക്സ് പ്ലസ് 40 ഈക്വൽ ടു 0. എക്സ് ഇസ് ഈക്വൽ ടു മൈനസ് 40. നെഗറ്റീവ്, സ്പീഡ് നെഗറ്റീവിൽ വരില്ല. അപ്പോൾ therefore സ്പീഡ് ഓഫ് ഫാസ്റ്റ് ട്രെയിൻ ആണ് നമ്മൾ എക്സ് ആയിട്ട് എടുത്തിട്ടുള്ളത്. സ്പീഡ് ഓഫ് ഫാസ്റ്റ് ട്രെയിൻ ഈക്വൽ ടു എത്രയാണ്? 50 km/h ആണ്. അങ്ങനെയാണെങ്കിൽ സ്പീഡ് ഓഫ് സ്ലോ ട്രെയിൻ, ലാസ്റ്റ് എടുത്ത് എഴുതാൻ മറന്നുപോയത്, സ്പീഡ് ഓഫ് സ്ലോ ട്രെയിൻ എന്ന് പറയുന്നത് എക്സ് മൈനസ് 10 ആയിരുന്നു. എക്സ് മൈനസ് 10 എന്ന് പറയുമ്പോൾ 50 മൈനസ് 10, 50 മൈനസ് 10 എന്ന് പറഞ്ഞാൽ 40 km/h. അങ്ങനെ രണ്ടും എടുത്തെഴുതുക. സ്പീഡ് ഓഫ് ഫാസ്റ്റ് ട്രെയിൻ 50 km/h, സ്പീഡ് ഓഫ് സ്ലോ ട്രെയിൻ എന്ന് പറയുന്നത് 40 km/h. അപ്പോൾ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ തന്നു കഴിഞ്ഞാൽ ശ്രദ്ധിക്കേണ്ടത് ഇത്രയേ ഉള്ളൂ. രണ്ടിൻ്റെ ടൈം, അതായത് സ്പീഡായിട്ട് പോകുന്ന ഒരു ട്രെയിനായിരിക്കും എപ്പോഴും വേഗത്തിലെത്തുക. അപ്പോൾ ഏതിനാണോ കൂടുതൽ ടൈം എടുക്കുന്നത് ആദ്യം അത് എഴുതുക. പിന്നെ മറ്റേ ട്രെയിനിൻ്റെ സ്പീഡ്, അതായത് സ്പീഡ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഇവിടെ ടൈം ആയിരിക്കും നമുക്ക് തന്നിട്ടുണ്ടാവുക. ടൈം ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ സ്പീഡ്. അത് ഓർമ്മിച്ചിട്ട് ആ ഇക്വേഷൻ ഫോം ചെയ്യുക. എന്നിട്ട് അതിൻ്റെ ഫാക്ടറൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ വാല്യൂ കിട്ടും. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എൻ്റെ ക്ലാസ് ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. അതുപോലെ ഇതൊരു സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക.